എന്റെ അച്ഛനും അമ്മയും കിടക്കാനൊരു കൂര പോലും ഇല്ലാതെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരിക്കോ? പാതിരാത്രി കഴിഞ്ഞ കള്ളും കഞ്ചാവും അടിച്ചു നടക്കുന്ന ഫ്രോഡുകളാ വഴിയില്. അവരൊക്കെ എന്റെ അച്ഛനും അമ്മയെ ഉപദ്രവിക്കോ? അറിഞ്ഞില്ലേ? ജനുവരി 24 ശനിയാഴ്ച രാത്രി 7 മണിക്ക് നമ്മുടെ സി കേരളത്തിൽ കാന്താര ചാപ്റ്റർ 1 ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആണോ? കാണാൻ മറക്കരുത്. പാവം അമ്മ, മക്കളെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അമ്മ. പണം ആവശ്യപ്പെടുമ്പോ അച്ഛനോട് പറഞ്ഞു എനിക്ക് 10 ലക്ഷം രൂപ വാങ്ങി തന്ന അമ്മ. അച്ഛൻ ചോര വീർപ്പാക്കി ഉണ്ടാക്കിയ പണം അതിൽ നിന്നൊരു ചില്ലി കാശ് പോലും ഭാവി ജീവിതത്തിലേക്ക് ഉതകാതെ ദൂർത്തടിച്ച് നശിപ്പിച്ചവരാ ഞാൻ. ഭാര്യയുടെ വാക്കും കേട്ടുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും കണ്ണീര് മാത്രം സമ്മാനിച്ച മഹാപാപി. കഴുതയെപ്പോലെ പണിയെടുത്ത അമ്മയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചപ്പോഴും നിസ്സഹാരായി നോക്കി നിന്ന മഹാപാവിയായ മകൻ. പെറ്റമ്മയെ പടിയിറക്കി വിട്ട ദ്രോഹിയായ മകൻ. എവിടെ പോയി? പത്രം എടുത്തിട്ടില്ലല്ലോ. കട്ടൻ ചായയിട്ട് മുറി ചെന്നപ്പോ ആള് മുറിയിലുമില്ല. ഇവിടെ ഇരുന്ന് പത്രം വായിക്കുമെന്ന് കരുതി ഇങ്ങോട്ട് വന്നപ്പോ പത്രം തൊട്ടിട്ട് പോലുമില്ല. അല്ല, വണ്ടിയും കാണുന്നില്ലല്ലോ. ഇതെവിടെ പോയതായിരിക്കും ഈ രാവിലെ? രാത്രി ചിലപ്പോ കുറ്റബോധം കൊണ്ട് ഉറങ്ങിക്കാണില്ലായിരിക്കും. അത്രയ്ക്ക് പാപം ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലോ. അച്ഛനും അമ്മയെ അന്വേഷിച്ചു പോയതായിരിക്കോ? ദേവി, ഇനിയെങ്കിലും അയാളുടെ സ്വഭാവം ഒന്ന് മാറണേ. മനോജ് എവിടെ പോയി? മനോജ്, മനോജ്, ഈ മനോജ് എവിടെ പോയി? മനോജ്, നിന്നെക്കാൾ കൂടുതൽ അച്ഛനും അമ്മയും സ്നേഹിച്ചിരുന്നവളാ ഞാൻ. എന്റെ അച്ഛന്റെ വീക്ക്നെസ് ഇപ്പോഴും ഈ മോള. അങ്ങനെയുള്ള ഞാനാ അവരുടെ എല്ലാ സ്നേഹം വേണ്ടാന്ന് വെച്ചിട്ട് നിന്റെ കൂടെ ഇറങ്ങി വന്നത്. അതൊന്നും നീ ഈ ചീപ്പ് സെന്റിമെന്റ്സ് കാണിക്കുമ്പോ മറന്നു പോരുത്. നീ ഈ പറഞ്ഞ ചീപ്പ് സെന്റിമെന്റ്സ് കൊണ്ട് നാളുകളായി ഉറക്കം നഷ്ടപ്പെടുത്തി നടക്കുന്നവനൊന്നും അല്ല മനോജ്. അച്ഛനെ അമ്മയെ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാ. പക്ഷെ അതിനേക്കാൾ എനിക്കിഷ്ടം പണത്തിനോടാ. പണോ? അത് ഇവരുമായിട്ട് എന്താ ബന്ധം? ഉറക്കം നഷ്ടപ്പെട്ട് നിനക്ക് വട്ടായോ? എന്റെ അച്ഛനും അമ്മയും കാണാതായതും പണവുമായി എന്താ ബന്ധം എന്നല്ലേ ഹരിത ചിന്തിക്കുന്നത്? അതെ, ദരിദ്രനാരായണന്റെ പാലായനവും സമ്പത്തുമായിട്ടുള്ള ബന്ധം തന്നെയാ എനിക്കറിയേണ്ടത്.
അച്ഛൻ പെൻഷനായപ്പോ ഒരു കൂട്ടുകാരന് 10 ലക്ഷം രൂപ കടം കൊടുത്തിരുന്നു. ആ കൂട്ടുകാരൻ പെട്ടെന്ന് മരിച്ചുപോയി. പക്ഷെ അയാളുടെ മകൻ ഈ അടുത്ത് അച്ഛനെ തേടി വന്ന് പലിശ സഹിതം പണം അച്ഛനെ ഏൽപ്പിച്ചെന്നാ ഞാൻ അറിഞ്ഞത്. ഇത് സത്യമാണോ? അച്ഛൻ 10 ലക്ഷം രൂപ കൂട്ടുകാരന് കടം കൊടുത്തതും അത് നഷ്ടപ്പെട്ടതും നിനക്കറിയാവുന്നതല്ലേ? അതറിയാം. എങ്കിൽ ഇതും ശരിയാ. അതവിടെ നിൽക്കട്ടെ, അത് ലക്ഷ്യത്തിന്റെ കണക്ക്. വേറെയും കണക്കുകളുണ്ട്. വേറെ കണക്കോ? അതെന്താ കണക്ക്? അമ്മ കോവിലകത്തെയാന്നറിയാലോ. അതിനിപ്പ എന്താ? അമ്മ കോവിലകത്ത് നിന്നും ഈ പറയുന്ന ദരിദ്രനാരായണനായ എന്റെ അച്ഛൻ മാധവൻ നായർക്കൊപ്പം ഇറങ്ങിത്തിരിച്ച കഥയും നിനക്കറിയാവുന്നതല്ലേ? അറിയാം മനോജ്. ആ കൊട്ടാരത്തേക്കാ വലിയ 3 നില മാളിക പണിത് അതിന്റെ പാല് കാശലിന് കോവിലകത്തുള്ളവരെ ക്ഷണിക്കുവെന്ന് വെല്ലുവിളിച്ച കഥയും നീ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിനെന്താ ഇപ്പോ? അമ്മയെ പോലെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെണ്ണ് വെറും ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരനൊപ്പം ഇറങ്ങിത്തിരിക്കുമ്പോ വെറുതെ ഇങ്ങനൊരു വെല്ലുവിളി നടത്തുവോ? അതും രാജരക്തമൊഴുകുന്ന ചന്ദ്രിക വർമ്മ. നീ രാവിലെ വലിയ ബിൽഡപ്പ് കൊടുക്കാൻ നിൽക്കാത്ത കാര്യം പറഞ്ഞേ. ഹരിതേ, അമ്മ അച്ഛന്റെ കയ്യും പിടിച്ച് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ 3 നില കെട്ടിടം പണിയാനുള്ള ആഭരണങ്ങൾ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു.